ഹായ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് SD ആക്സസ്, സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് ആക്സസ്? നമ്മൾ SD-WAN നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ SD-WAN എന്ന് പറയുന്നത് ഒരു വാനിനെ സോഫ്റ്റ്വെയറിലേക്കലി കൺട്രോൾ ചെയ്യുകയാണ്, അതായത് സെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയർ ത്രൂ കൺട്രോൾ ചെയ്യുന്നതിന് നമ്മൾ SD-WAN എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ലാൻ ഇൻഫ്രാസ്ട്രക്ചറിനെ അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് നെറ്റ്വർക്കിനെ അതായത് വയേർഡ് ലാൻ ആവാം അല്ലെങ്കിൽ വയർലെസ് ലാൻ ആവാം. വയേർഡ് ലാൻ ആണെങ്കിലും വയർലെസ് ലാൻ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ സെൻട്രലൈസ്ഡ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമുക്ക് SD ആക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, സിസ്കോ DNA സെൻറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ SD ആക്സസിൻ്റെ മാസ്റ്റർ ബ്രെയിൻ അല്ലെങ്കിൽ കൺട്രോളർ എന്ന് പറയുന്നത് എന്താണ്, സിസ്കോ DNA സെൻറ്ററാണ്. ഓക്കെ, നമ്മൾ ഇതിനകത്തുള്ള സ്വിച്ചുകളും വയർലെസ് ഡിവൈസുകളൊക്കെ സോഫ്റ്റ്വെയർ ഡിഫൈൻ ആക്സസ് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ DNA സെൻറ്റർ സപ്പോർട്ട് ചെയ്യുന്ന സ്വിച്ചുകളായിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഹയർ എൻഡ് സീരീസിലുള്ള സ്വിച്ചസ്, ഇപ്പോൾ 9K സ്വിച്ചസ്, 93K സ്വിച്ചസ്, അങ്ങനെയുള്ള പിന്നെ നെക്സസ് സ്വിച്ചസ്, അങ്ങനെയുള്ള ഡിവൈസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ DNA സെൻറ്റർ സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു ബ്രാഞ്ചിലുള്ള ഒരു ഡിവൈസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ജസ്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ സെൻട്രലൈസ്ഡ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം അതും ഇതേ SD ആക്സസും ഇതേപോലെ തന്നെ നമ്മളൊരു പേപ്പറായിട്ട് തന്നെ വരുന്നൊരു ടോപ്പിക്കാണ്. ഒരു വളരെ വാസ്റ്റായിട്ടുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ് SD ആക്സസ് എന്ന് പറയുന്നതും. പക്ഷെ നമ്മൾ CCNA ലെവലിൽ നമ്മളതിൻ്റെ ബേസിക്സ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഏകദേശം ഒരു 1 ഡേ ക്ലാസ് അല്ലെങ്കിൽ ഒരു 2 hours ക്ലാസ്സൊക്കെ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ പറയുന്ന അതിൻ്റെ ഡീറ്റെയിലേക്ക് ക്ലാസ്സിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ നമ്മൾ എങ്ങനെയാണ് നമ്മളിത് ആൻസർ ചെയ്യേണ്ടത് എന്ന് നോക്കി കഴിഞ്ഞാൽ, SD ആക്സസ് സിംപ്ലിഫൈസ് നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ്, ഇൻക്രീസ് സെക്യൂരിറ്റി ആൻഡ് എനേബിൾസ് faster and easier deployment of network policies across a campus network. ഒരു ക്യാമ്പസ് നെറ്റ്വർക്കിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ്വർക്ക് പോളിസീസും ഡിപ്ലോയ്മെൻറ്റും സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് ഇതൊക്കെ നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ടിരുന്നുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് SD ആക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ SD ആക്സസ് ഓട്ടോമേറ്റ്സ് ക്യാമ്പസ് നെറ്റ്വർക്ക് സെറ്റപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. പിന്നെ വേറൊരു ഡെഫിനിഷൻ, SD ആക്സസ് സിംപ്ലിഫൈസ് ആൻഡ് സെക്യൂർസ് ക്യാമ്പസ് നെറ്റ്വർക്ക് ആക്സസ്. പിന്നെ SD ആക്സസ് ഓട്ടോമേറ്റ്സ് ലാൻ ആൻഡ് വയർലെസ് നെറ്റ്വർക്ക് പോളിസീസ്. പിന്നെ SD ആക്സസ് പ്രൊവൈഡ്സ് സെൻട്രലൈസ്ഡ് കൺട്രോൾ ഓഫ് ക്യാമ്പസ് നെറ്റ്വർക്ക്സ്. പിന്നെ SD ആക്സസ് മേക്സ് ഇറ്റ് ഈസി ടു മാനേജ് ആൻഡ് സെഗ്മെൻറ്റ് നെറ്റ്വർക്ക്സ്. പിന്നെ SD ആക്സസ് ഇംപ്രൂവ്സ് സെക്യൂരിറ്റി ആൻഡ് ഓട്ടോമേഷൻ ഇൻ ദ നെറ്റ്വർക്ക് ആക്സസ്. അപ്പോൾ നമുക്ക് ഈ SD ആക്സസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് കഴിഞ്ഞാൽ DNA സെൻറ്ററിൽ വെച്ചിട്ട് ആ DNA സെൻറ്ററിലെ ഡാഷ്ബോർഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എല്ലാ ബ്രാഞ്ചസിനകത്തുമുള്ള ലാനും കാര്യങ്ങളും അവിടുത്തെ ഡിവൈസുകളും കംപ്ലീറ്റ് നമുക്ക് ഗ്രാഫിക്കലായിട്ട് തന്നെ കാണാൻ പറ്റും. അതിൻ്റെ മോണിറ്ററിങ് ആണെങ്കിലും അതിൻ്റെ പോളിസി ചേഞ്ചിങ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും സെൻട്രലൈസ്ഡ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.